ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ തണ്ണി വീട്ടിലെ നോമ്പ് തുറവിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമായപ്പോൾ കിട്ടുക. ഇതാരാണിത്? ഇവളൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്തില്ലേ? നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലൊരു നല്ലോണം എഡിറ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഇതാ ബേക്കിൽ മുന്നയുണ്ട്, ബേബിയുണ്ട്, ആമയുണ്ട്. ഇവക്ക് കണ്ണോപ്പറേഷൻ ഇവക്കിത് കിട്ടിയേ തീരുട്ടോ കണ്ണട. കുട്ടി ചെറിയ കുട്ടി ബേബിന്റെ അടുത്താണ്, വലിയ കുട്ടി എൻ്റെ അടുത്തുമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു ബോധം കടലുണ്ട്. വണ്ടി കയറിയാലുള്ളൊരു ബോധം കടല്. വണ്ടി കയറിയുള്ള ബോധം കടലിന് കുട്ടി നമ്മൾ ബാക്കിലേക്ക് തട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെറുതിനെ മുമ്പിലേക്കാക്കും. അപ്പോൾ ദാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇവിടെ നല്ല കാറ്റാണ്. വൈകുന്നേരം ചിലപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടാവും. അത്രക്ക് കാറ്റുണ്ട് കേട്ടോ. ചിലപ്പോൾ കാറ്റിനെ കൊണ്ടുപോകും മഴ. ഓൽക്കാണ ബിൽഡിങ് ആ ഗൾഫ് ഇജ്ജ് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ. നാലര ആയിക്കുന്നു കേട്ടോ. നമ്മളിപ്പോ ചെറുകൂട്, 4:30 ചെറുകൂട്. വിവിധ തരം ടിപ്പറുണ്ട്. ടിപ്പറല്ലേ? എല്ലാതും ഉണ്ട്. പുതിയ നെറ്റ്സ് കടയുണ്ട്. ഇതാണ് നമ്മുടെ റേഷൻ കട. റേഷൻ കടയിൽ ഇത് നമ്മളെ ഇഞ്ചമണ്ടി. നമ്മളവിടെ ഇഞ്ചമണ്ടി എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് ഇഞ്ച കുട്ടിൻ്റെ സ്കൂള്. ഇതാണ് കിണർ. അത് ഇവിടെ പഴയ തറവാടിൻ്റെ സ്ഥലമായിരുന്നു, ഇപ്പോൾ അതല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അപ്പം നമ്മൾ എപ്പോഴാ തണ്ണി വീട്ടിലേക്ക് എത്താന്നുള്ളത് അറിയില്ല. കുറേ സമയം എടുക്കും എന്തായാലും. ഇങ്ങേ തലക്കെന്ന് അങ്ങേ തലക്കൊക്കെ എത്തണ്ടേ. ഇതാ നമ്മുടെ പള്ളി. തിരക്ക് കുറയും അല്ലേ? തിരക്ക് കുറവുണ്ടാവൂലേ? ഇതാ നമ്മുടെ ഇക്ക ഇവിടെ വണ്ടി ഓടിക്കുകയാണ്. പക്ഷെ കൈ പുറത്ത് കിടരുതിട്ടോ തന്നെ. അങ്ങനെ കഴിഞ്ഞേക്കനെ കൈ എത്തൂലേ? അപ്പൊ നമ്മളങ്ങനെ പോവാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള നോമ്പ് തുറവിയാണ്. വേറെ ആരും ഇല്ല. കാരണം ഓല് ആപ്പാപ്പാന്റെ ആണ്ടിന് എല്ലാരും വന്ന് തുറന്നു പോയി. അന്ന് പിന്നെ ആണ്ടും തുറവിയും കൂടി ആക്കിങ്ങാണ്ട് നമ്മക്ക് ആട്ടും തുറവിയല്ല, ആണ്ടും തുറവി. അപ്പൊ അന്ന് നമ്മള് പോയിട്ടില്ലേ? നമ്മളവിടെ മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ബറക്കത്തിന്റെ ലക്ഷണങ്ങളാണ് ഇത്. മഴ ബറക്കത്താണ്. തണ്ണി വീട്ടില് ചിലപ്പോ ഭയങ്കര മഴയാണ്. ഓയ് ആ മഴത്തുനിന്ന് ഞാൻ കണ്ണു മാളിയേക്കുന്ന ഓള് വന്നപ്പോ. ഇല്ല, ഒന്നും നന്നിട്ടൊന്നുമില്ല. അപ്പൊ നമ്മുടെ വണ്ടൂരില് മഴയാണ് കേട്ടോ. ഇവിടെ ചെട്ടിയാറല്ലേ? ചെട്ടിയാറമ്മേലെത്തിയപ്പോ നല്ല മഴയാണ്. നല്ല മഴയല്ല, മഴ തുടങ്ങണുള്ളൂ. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിക്കാണ് കേട്ടോ. ഇക്കാന്റെ ഷോപ്പിൽ നിന്ന് ഇക്കാന്റെയൊക്കെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങണത്. ഫ്രൂട്ട്സ് വാങ്ങിയാണ്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആമിനെ ഉറക്കം വന്നങ്ങാണ്ട് അവിടെ എത്തിക്കണം കേട്ടോ. ബാക്കിൽ ഇരിക്കണം കേട്ടോ. നമ്മളിപ്പോ ഇവിടെ എത്തി, ചന്തക്കുന്നമ്മ.
അപ്പൊ നമ്മള് മാമ്പോയിൽ എത്തിട്ടോ. ഇവിടേക്ക് എത്തിയപ്പോ നല്ല ഇരുട്ടാണ്. നമ്മളവിടെ പെയ്ത മഴയൊക്കെ നമുക്ക് ഇവിടെയാണ് കേട്ടോ ഇപ്പൊ പെയ്യണതോ. അപ്പൊ നമ്മളിവിടെ ചുങ്കത്തറ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ സോറി, പാലുണ്ട് എത്തിട്ടോ. അപ്പൊ നമ്മളിതാ പാലുണ്ട് എത്തിട്ടോ. ഇവിടെയൊക്കെ നല്ല മഴക്കാറ് മൂടിയിക്കണ്, നല്ല ഇരുട്ടായിക്കണ് കേട്ടോ. നമ്മളവിടെ പെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ പെയ്യാൻ നിക്കണേ ഉള്ളൂ. അപ്പൊ അതാ നല്ല ഇരുട്ടുണ്ട് കേട്ടോ. ഈ ഫോണിൽ കാണുന്ന ഇരുട്ടല്ല, നല്ല ഇരുട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കൊരു 6:45 7 മണിന്റെ അടുത്തായ മാതിരി ഉണ്ട്. എന്റെ ഫോണില് ക്ലിയർ ഇല്ലാഞ്ഞിട്ടല്ലേടോ, അത് അസൂയക്കാര് പലതും പറഞ്ഞ് വരത്തും നമ്മളെ ഫോണിന് ക്ലിയർ ഇല്ലായിട്ടാണ്. പക്ഷെ ഇപ്പൊ ഒരു 6:30 6:45 സമയം പോലെ ഉണ്ട്, നല്ല ഇരുട്ടുണ്ട് കേട്ടോ. ചിലയിടത്ത് ചിലപ്പോൾ 6:45 ഇരുട്ടാവൂലെങ്കിലും നമ്മളവിടെയൊക്കെ 6:45 നല്ല ഇരുട്ടാവൽ തുടങ്ങും. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മളെ എടക്കരങ്ങാടിക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. എടക്കരങ്ങാടി കടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അവിടെ മഴ പെയ്ത് തുടങ്ങിട്ടോ. കലാസാഗർന്നാണ് മല മുപ്പിനിയാണ് കേട്ടോ, മുപ്പിനി. സോറി ഗൈസ്, നോമ്പൊക്കെ നോറ്റിങ്ങാണ്ട് ആകെ. അപ്പൊ നമ്മള് എടക്കരന്ന് മുസ്ലിരങ്ങാടിന്ന് തിരിയാണ് കേട്ടോ. ഇവിടെ നല്ല മഴയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇരുട്ട് മൂടി നിക്കണ്. എന്റെ ഫോണിന്റെ കുഴപ്പമില്ല കേട്ടോ, സത്യത്തിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അല്ല കണക്കാ. അപ്പൊ നല്ല ഇരുട്ട് മൂടിക്കണ് കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ. ഇടയ്ക്കിരുന്ന് പാലയമാട്ട് കയറിയപ്പോ ഇവിടെ മഴ പെയ്ത് ചോർന്നിക്കണം കേട്ടോ. അപ്പൊ നമ്മളെ കുഞ്ഞാമ്മയുണ്ട് ഇവിടെ, കുട്ടിയെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. കുട്ടി ഇതാ മുഖത്തേക്ക് നോക്കുന്നു. ശരിക്കും അടുക്ക് ഇങ്ങോട്ടേക്ക് മടിച്ചോളാം. കുഞ്ഞ അപ്പം നമ്മളെ മമ്മി ഇതവിടെ നല്ല തിരക്കിട്ട പണിയിലാണ്. എന്താണ് കുട്ടിനെ കൊടുന്നില്ല. പെൽച്ചക്കത്തെ ചോറും കൂടി കഴിഞ്ഞിട്ടുള്ളു പോണിയാ. നാളേക്കുള്ള പത്തിരി ഇതൊക്കെ അല്ലേ. അപ്പൊ ഞങ്ങള് പോയിട്ടോ. എന്നാ ശരി, അസ്സലാമലൈക്കും. ഞങ്ങള് പോവാണ് കേട്ടോ. അപ്പൊ 10 മണിയായി സമയം, 10 മണി 10:30 ആയിട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ പോവാണ്. അപ്പൊ അസ്സലാമലൈക്കും. അപ്പൊ അതാ നമ്മള് 11:30 ആയിട്ടോ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി മൂത്തന്മാരുടെ അടുത്തൊക്കെ കയറിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പോണത്. അപ്പൊ ഇത് നമ്മൾ എടക്കരങ്ങാടിയിൽ എത്തിട്ടോ. ഇപ്പൊ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 11:39. 12:30 ആകുമ്പോൾ കുടിയിലെത്തും എന്നാണ് നമ്മുടെ സ്പൾവർ പറയുന്നത്. കടകളൊക്കെ അടക്കല് തുടങ്ങണുള്ളൂ കേട്ടോ ഏകദേശമൊക്കെ. ഇവിടെ സോഡ കമ്പനികളൊന്നും അടച്ചിട്ടില്ല. നമ്മൾ ഇന്നാൾ പോയിന്ന് കേട്ടോ മാർക്കോ കുടിക്കാൻ. അതിൻ്റെ ഒരു ചെറിയ ഷോട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. കൊടുത്തോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫേവറേറ്റ് തട്ടുകട. നാളെ നമ്മൾ ടൂറൊക്കെ പോയി വന്നപ്പോഴൊക്കെ കഴിച്ചിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ സോഡ. അവിടെയൊക്കെ അടച്ച് പോവുക തോന്നുന്നത്. അങ്ങനെ ഏതായാലും നമ്മളെ ചെറുകൊടുത്ത സോഡകളൊക്കെ ഉണ്ടോ നോക്കാം. നമുക്ക് നോക്കി പോകാം. നമുക്ക് വണ്ടൂരത്തൊക്കെയോ ഇവിടെ ഒന്നും അടച്ചിട്ടില്ല കേട്ടോ. 12 മണി വരെയൊക്കെ ഉണ്ടാവുക കാരണം ചെറുക്കന്മാരൊക്കെ അല്ലേ.
ഉറക്കം വരുന്നുണ്ട് ഇപ്പൊ തന്നെ. നമ്മളെന്തായാലും കിടക്കണമെങ്കിൽ 12 മണിയാവും. നോമ്പാണെങ്കിലും നേരം കൊറേ വൈകി കടക്കാൻ വൈകി തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊന്നും കടക്കാൻ നേരത്തേക്ക് എത്തണം ആണ് ഞമ്മള് പോലെ. അപ്പൊ ഇതാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വണ്ടി. എന്താണ് ബേബി ഇതിന്റെ പേര്? ക്രെയിൻ. ക്രെയിൻ. ഇത് ഈ ക്രെയിൻ വജ്രാണോ? അല്ല വജ്രം. എല്ലാരും പൊക്കണ വജ്രത്തിനെ പൊക്കാൻ ആരും ഫോണിൽ കൊള്ളണില്ലല്ലോ വജ്രത്തിന്. അങ്ങനെ ഇതാ നമ്മൾ വണ്ടൂരെത്തിട്ടോ. വണ്ടൂരെത്തിയപ്പോൾ ഇവിടെ ഒരു സോഡൻ്റെ അടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കുടിക്കാമല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കൂൾ ബൂസ്റ്റ് മതി കാരണം എനിക്ക് എന്ത് തണുത്തിനോട് ഇനി അപ്പം എനിക്ക് പോതിണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തണുത്തതും കുടിച്ചു. ഓള് 3 സോഡയും കുടിച്ചു. ആമിനെ വിളിച്ചപ്പോൾ നീച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഓള് നല്ല ഉറക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ തുറവിൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെന്താ കമൻറ്റും കൂടിയും ചെയ്യുക. പിന്നെ എന്നാൾ ചോദിച്ചിരുന്നു കുട്ടീൻ്റെ പേരെന്താണെന്ന്. കുട്ടീൻ്റെ പേര് കൺഫേം ആക്കിയിട്ടില്ല ശരിക്ക്. എന്നിട്ട് ഞാൻ കൺഫേം ആക്കിയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കൂൾ ബൂസ്റ്റ്. ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ കുട്ടീൻ്റെ കരച്ചിലൊക്കെ കേൾക്കും. ഒക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ അസ്സലാമു അലൈക്കും, ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.